Hi, welcome to Denia's classes. ഇന്ന് നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ എങ്ങനെയാണ് സിസ്റ്റത്തിൻ്റെ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാനാണ് നോക്കുന്നത്. ഞാനിവിടെ പ്രോബ്ലം എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിക്കാം. ഓക്കെ, ബി കൺസൈൻഡ് ടു എച്ച് 1000 cycles at ₹300 each. B paid freight 20,000 rupees and insurance 3,000 rupees during transit. അപ്പോൾ ബി എന്ന് പറയുന്നത് കൺസൈനറും എച്ച് എന്ന് പറയുന്നത് കൺസൈനിയുമാണ്. ആരാണോ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് അയാൾ കൺസൈനറും, റിസീവ് ചെയ്യുന്ന ഏജന്റിന്റെ പേരാണ് കൺസൈനി എന്ന് പറയാം. ബി ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു? ഫ്രൈറ്റ് ചാർജസ് ആയിട്ട് 20,000 ഇൻഷുറൻസ് ആയിട്ട് 3,000 പേ ചെയ്തിട്ടുണ്ട്. ഇനി ട്രാൻസിറ്റിന്റെ സമയത്ത് ഡാമേജ്ഡ് ബൈ ഫയർ എന്ന് പറഞ്ഞാൽ എന്ത് ലോസ് ആണത്? ഡാമേജ്ഡ് ബൈ ഫയർ, തെഫ്റ്റ്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാം അതിനെ അബ്നോർമൽ ലോസ് എന്നാണ് പറയാം. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ ഡാമേജ്ഡ് ബൈ ഇവാപ്രേഷൻ അല്ലെങ്കിൽ ലീക്കേജ് എന്നൊക്കെ പറഞ്ഞാൽ നോർമൽ ലോസ്. ഓക്കെ, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അത് കാണാം കേട്ടോ. പിന്നെ ഡ്യൂറിങ് ട്രാൻസിറ്റ് 100 cycles ടോട്ടലി ഡാമേജ്ഡ്. പിന്നെ എച്ച് ടുക്ക് റിമൈനിങ് സൈക്കിൾസ് ആൻഡ് പെയ്ഡ് ₹1,530 ആസ് ഒക്ട്രോയ്. അപ്പോൾ കൺസൈനിയും പേ ചെയ്തിട്ടുണ്ട് ഒക്ട്രോയ് ആയിട്ട് 1,530. ഇനി പറയാനുള്ളത് ഈ ഫ്രൈറ്റ് ഇൻഷുറൻസ് ഒക്ട്രോയ് എന്നൊക്കെ പറയുന്നത് എന്ത് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക? നോൺ റെക്കറിങ് എക്സ്പെൻസ്. അതായത് ഒരു കൺസൈനിയുടെ കയ്യിലേക്ക് ആ ഗുഡ്സ് എത്തുന്ന വരെയുള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്ന് പറയുക. അങ്ങനെ ആകുമ്പോൾ റെക്കറിങ് എക്സ്പെൻസ് ഉണ്ട്. റെക്കറിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസൈനിയുടെ കയ്യിൽ ആ ഗുഡ്സ് കിട്ടി, അതിനുശേഷം അദ്ദേഹത്തിന് വരുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ റെക്കറിങ് എക്സ്പെൻസ് എന്ന് പറയുക. ഇനി അപ്പം ഇതൊക്കെ നോൺ റെക്കറിങ് ആണ്. അതായത് ആദ്യം തന്നെ അത് അയക്കുന്ന സമയത്ത് കൺസൈനർക്ക് വന്ന എക്സ്പെൻസ് ആണ് 20,000 3,000. അതുപോലെ അത് കളക്ട് ചെയ്യുന്ന സമയത്ത് കൺസൈനിക്ക് വന്ന എച്ചിന് വന്ന എക്സ്പെൻസ് ആണ് ഇത്. ഇതൊക്കെ നോൺ റെക്കറിങ് എക്സ്പെൻസ്. ഹി സെൻഡ് എ ബാങ്ക് ഡ്രാഫ്റ്റ്. ഒരു ബാങ്ക് ഡ്രാഫ്റ്റ് 1,000 rupees അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് അയച്ചു കൊടുത്തു. ആൻഡ് ലേറ്റർ സെൻഡ് എ സെയിൽസ് അക്കൗണ്ട് ദാറ്റ് 800 cycles were sold for 400 rupees. അപ്പോൾ പിന്നീട് 1000 cycles സെൻഡ് ചെയ്തു, 800 cyclesന്റെ ആണ് സെയിൽ നടന്നിട്ടുള്ളത്. പിന്നെ 100 cycles നമ്മൾ അബ്നോർമൽ ലോസ് ആയിട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് 100 cycles ഉണ്ട്. എക്സ്പെൻസ് ഇൻഗേർഡ് ഗോ ഡൗൺ റെന്റ് ആയിട്ട് 4,000 rupees. കണ്ടോ, ഗോ ഡൗൺ റെന്റ്, അതായത് കൺസൈനിയുടെ കയ്യിൽ ഗുഡ്സ് എത്തിക്കഴിഞ്ഞ് പിന്നെ അയാൾ അത് സ്റ്റോക്ക് ചെയ്യാൻ വെക്കുന്നതാണല്ലോ ഗോ ഡൗൺ റെന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്ത് എക്സ്പെൻസ് ആയിട്ടാണ് പറയുക? റെക്കറിങ് എക്സ്പെൻസ് എന്നാണ് പറയുക കേട്ടോ. ഹീസ് എൻറ്റൈറ്റിൽഡ് ടു എ കമ്മീഷൻ ഓഫ് 5%. എച്ചിന് കമ്മീഷൻ കിട്ടാനുണ്ട്. കൺസൈൻമെന്റ് അക്കൗണ്ട് എച്ച് അക്കൗണ്ട് ഡ്രോ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കൺസൈൻമെന്റ് അക്കൗണ്ടും അതുപോലെ തന്നെ എച്ച് കൺസൈൻമെന്റ് അക്കൗണ്ട് ആൻഡ് എച്ച് അക്കൗണ്ട് എച്ച് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എച്ച് അക്കൗണ്ടും അതുപോലെ തന്നെ കൺസൈൻമെന്റ് അക്കൗണ്ടാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ബി കൺസൈൻഡ് 1000 cycles at ₹300 each. അപ്പോൾ ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോഴത്തെ എന്താണ്? കൺസൈൻമെന്റ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. അപ്പോൾ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എത്ര രൂപയാണ്? 1000 cycles at ₹300 each. അപ്പോൾ 1000 into 300 എത്ര വരും? 3 lakh rupees. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ബി പെയ്ഡ് ഫ്രൈറ്റ് 20,000 ആൻഡ് ഇൻഷുറൻസ് 3,000. അപ്പോൾ എന്ത് എക്സ്പെൻസ് വന്നാലും നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഈ എക്സ്പെൻസ് വന്നത് നോൺ റെക്കറിങ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇത് എക്സ്പെൻസ് ആയതുകൊണ്ട് കൺസൈൻമെന്റ് അക്കൗണ്ട് ടു ബീസ് അക്കൗണ്ട് എന്തൊക്കെയായിട്ടാണ്? ഫ്രൈറ്റ്, അതുപോലെ ഫ്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 20,000. പിന്നെ എന്താ വന്നിരിക്കുന്നത്? ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് 3,000. അപ്പോൾ ടോട്ടല് 23,000. ഇത് നോൺ റെക്കറിങ് എക്സ്പെൻസ് ആണ് കേട്ടോ. ഇനി ഡ്യൂറിങ് ട്രാൻസിറ്റ് 100 cycles were totally damaged by fire. അത് അബ്നോർമൽ ലോസ് ആണ്. അബ്നോർമൽ ലോസിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ആൻഡ് എച്ച് ടു റിമൈനിങ് സൈക്കിൾസ് ഇനി എച്ചിന് റിമൈനിങ്
സൈക്കിൾസ് കൺസൈനിക്ക് വന്നിട്ടുണ്ട് എക്സ്പെൻസ്. അപ്പോൾ എൻട്രി എന്താ വരാം? അല്ല, ഈ അബ്നോർമൽ ലോസിന്റെ ഇവിടെ വരും അബ്നോർമൽ ലോസ് അക്കൗണ്ടഡ് ടു കൺസൈൻമെന്റ്. അബ്നോർമൽ ലോസ് അക്കൗണ്ടഡ് ഇതിന്റെ വാല്യൂ ഞാൻ പറഞ്ഞു തരാം, നമുക്ക് ലാസ്റ്റിൽ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി എച്ച് ടുക്ക് റിമൈനിങ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ആണ്, ഇത് കൺസൈനി ആണ് പേ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കൺസൈൻമെന്റ് അക്കൗണ്ടഡ് ടു എച്ച്. എത്രയാണ് അയാള്? 1530. ഇവിടെ വരില്ല എച്ച് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ബൈ കൺസൈൻമെന്റ് എത്ര റുപ്പീസ് ആണ്? 1530. ഇനി ഹി സെൻഡ് എ ബാങ്ക് ഡ്രാഫ്റ്റ്. ബാങ്ക് ഡ്രാഫ്റ്റ് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഇത് വരുന്നത്? എച്ചിൻ്റെ നിന്ന് പോയി. അപ്പോൾ ക്യാഷ് അക്കൗണ്ടഡ് ടു എച്ച്. അപ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ഒന്നും വരുന്നില്ല. ഇത് അഡ്വാൻസ് കിട്ടേണ്ട ഇത് വരാം എച്ചിൻ്റെ അക്കൗണ്ടിൽ മാത്രമാണ് ബൈ കൺസൈൻമെന്റ്. ബ്രാക്കറ്റിൽ എഴുതാം, നമുക്ക് അഡ്വാൻസ് ആണ് എഴുതാം. എത്ര റുപ്പീസ് ആണ്? 1 lakh rupees. ഇനി ലേറ്റസ്റ്റ് എൻ്റെ സെയിൽസ് അക്കൗണ്ട് കണ്ടോ, സെയിൽസ് നടത്തിയിട്ടുണ്ട്. സെയിൽസ് എത്രയാണ് നടത്തിയിരിക്കുന്നത്? 800 സൈക്കിൾസ് അറ്റ് ദ റേറ്റ് ഓഫ് 400 each. അപ്പോൾ സെയിൽസ് ഇൻവോയ്സ് ചെയ്യുമ്പോൾ എന്തായിട്ട് വരാം? അത് നമ്മുടെ റവന്യൂ ആണ്, ഇൻകം ആണ്. അപ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ടിനെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ ബൈ എച്ചിൻ്റെ ഇതിൽ എത്രയാണ് ഇത് വന്നിരിക്കുന്നത്? സെയിൽസ് വന്നിരിക്കുന്നത് 800 മൾട്ടിപ്ലൈഡ് ബൈ 400. അപ്പോൾ 8 4s are 32 അല്ലേ? 32 3,20,000 വരും. എച്ച് ആണ് വന്നിരിക്കുന്നത് ടു കൺസൈൻമെന്റ്. സെയിൽസിൻ്റെ ആണെന്ന് എഴുതാം 3,20,000. ഇനി അടുത്തത് ഹീസ് എൻറ്റൈറ്റിൽഡ് ടു എ കമ്മീഷൻ ഓഫ് എക്സ്പെൻസസ് ഇൻകേർഡ്. അത് കഴിഞ്ഞില്ലേ നമ്മൾ? സെയിൽസ് പ്രൊസീഡ്സ് കഴിഞ്ഞു. എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ഗോ ഡൗൺ റെന്റ് 4 rupees. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് വേറെ ഒന്നുമില്ല, ഇത് റെക്കറിങ് എക്സ്പെൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് കൺസൈനിയുടെ കയ്യിൽ ഗുഡ്സ് കിട്ടിയതിന് ശേഷം കൺസൈനിക്ക് വന്ന എക്സ്പെൻസ്. അപ്പോൾ എക്സ്പെൻസ് വരുമ്പോൾ എപ്പോഴും കൺസൈൻമെന്റ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, അതിലൊരു ഡൗട്ടില്ല. ടു എച്ച് അക്കൗണ്ട് 4000 എഴുതി. അപ്പോൾ ഇവിടെ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4000 എഴുതി. ഹീസ് എൻറ്റൈറ്റിൽഡ് ടു എ കമ്മീഷൻ ഓഫ് 5%. കമ്മീഷൻ എപ്പോഴും എന്താ സെയിൽസിലാണ് കൊടുക്കുക അല്ലേ? അപ്പോൾ ഇവിടെ വീണ്ടും കൺസൈൻമെന്റ് അക്കൗണ്ടിന് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് പറഞ്ഞാൽ അപ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക ടു എച്ച്. കമ്മീഷൻ എങ്ങനെയാണ്? 3,20,000 multiplied by 5%. 10% എന്ന് പറയുമ്പോൾ 32,000. അതിൻ്റെ പകുതി 16,000. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ബൈ കൺസൈൻമെന്റ് എന്താണ്? കമ്മീഷൻ എത്രയാണ്? 16,000. ഇനി നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അബ്നോർമൽ ലോസിന്റെ കാൽക്കുലേഷനും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കും എത്രയാണ് വാല്യൂ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഇത് റബ്ബ് ചെയ്യാണ്. നമ്മൾ ഇത്ര നേരം ഇത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് അബ്നോർമൽ ലോസും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കും കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഞാനിവിടെ എഴുതി യൂണിറ്റ്സ് എഴുതി, ഇവിടെ റുപ്പീസ് എഴുതി. ഓക്കെ, എത്രയാണ് നമ്മൾ കൺസൈൻമെന്റ് ഉണ്ടായിരുന്നത്? കോസ്റ്റ് എത്രയാണ് കോസ്റ്റ് ഉണ്ടായിരുന്നത്? 1000 സൈക്കിൾസ് അറ്റ് ദ റേറ്റ് ഓഫ് 300 ആണല്ലോ. അപ്പം നമ്മൾ എന്ത് എഴുതി? യൂണിറ്റിൻ്റെ അവിടെ 1000 എഴുതി, അതിൻ്റെ വാല്യൂ എത്ര എഴുതി? 3 lakh എഴുതി. ഇനി ആഡ് non-recurring expense of consignor non-recurring expense 20,000 plus 3,000. അപ്പോൾ യൂണിറ്റ് ഒന്നുമില്ല, അവിടെ എന്തെങ്കിലും എഴുതി. എത്ര എഴുതി? 23,000. അപ്പോൾ വീണ്ടും എത്രയായി? 1000 ആണ് യൂണിറ്റ് വന്നിട്ടുള്ളത്. 3,23,000 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ക്ലിയർ ആയില്ലോ? ഇനി ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ നമ്മൾ കോസ്റ്റിന്റെ കൂടെ നോൺ റെക്കറിങ് എക്സ്പെൻസ് ആഡ് ചെയ്തു. ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അബ്നോർമൽ ലോസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ,
അപ്പോൾ abnormal lossന്റെ വാല്യൂ 23,000 divided by 1000. എത്ര യൂണിറ്റ് ആണ് abnormal loss വന്നിട്ടുണ്ടായിരുന്നത്? ട്രാൻസിറ്റിൽ പോയത് 100 സൈക്കിൾ മൾട്ടിപ്ലൈഡ് ബൈ 100. 2 0 കട്ട് ചെയ്തു. അപ്പോൾ എത്ര? 32,300. അപ്പോൾ എത്ര യൂണിറ്റ്? എത്രയാണ്? 100 യൂണിറ്റ്. ഇവിടെ എഴുതി 32,300. അപ്പോൾ abnormal lossന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എത്ര യൂണിറ്റ്? 900 യൂണിറ്റ് ആയി. 3,23,000 മൈനസ് ചെയ്യുമ്പോൾ 2,90,700. കറക്റ്റ് ആണ്. 2,90,700. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ. ഇപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? അബ്നോർമൽ ലോസിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പൊ ദേ ഇവിടെ അബ്നോർമൽ ലോസിന്റെ അവിടെ നമുക്ക് എഴുതാം 32,300. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ ആഡ്, ഇനി ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ആണ് കേട്ടോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആഡ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ബൈ കൺസൈനിങ്. നോൺ റെക്കറിംഗ് എക്സ്പെൻസ്, ഇത് ശ്രദ്ധിക്കണം, നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ആണ്. അപ്പൊ നോൺ റെക്കറിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അയാൾക്ക് 1,530 വന്നിട്ടുള്ളൂ. ഇത് പിന്നെ അയാൾ റെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റബ് ചെയ്ത് തോന്നുന്നു, റെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റെക്കറിംഗ് എക്സ്പെൻസ്, അത് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യില്ല. നോൺ റെക്കറിംഗ് എക്സ്പെൻസ് യൂണിറ്റ് ഒന്നുമില്ല. 1,530 നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 2,92,292,230. എത്ര യൂണിറ്റിനാണ്? 900 യൂണിറ്റിനാണ് 2,92,230 വരുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഇതുവരെ ചെയ്ത് മനസ്സിലായല്ലോ. ആദ്യം തന്നെ കോസ്റ്റിന്റെ കൂടെ നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ഓഫ് കൺസൈനർ എഴുതി, അതിന്റെ വാല്യൂ ഇല്ല. നോൺ റെക്കറിംഗ് എക്സ്പെൻസിന്റെ യൂണിറ്റ് ഇല്ല. പിന്നെ അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ് എഴുതി, അതിന്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചു. പിന്നെ നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ഓഫ് കൺസൈനി എഴുതി, അത് ആഡ് ചെയ്യണം. അബ്നോർമൽ ലോസ് നമ്മൾ മൈനസ് ചെയ്യണം. ഇനി ചെയ്യേണ്ടത് ലെസ് നോർമൽ ലോസ്. നോർമൽ ആയിട്ട് വല്ല ലോസും സംഭവിച്ചിട്ടുണ്ടോ? അതായത് വല്ല ലീക്കേജ് ഇവാപറേഷൻ ഒക്കെ ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നോർമൽ ലോസ് ഇല്ല. ഉണ്ടെങ്കിൽ നമ്മളിവിടെ വാല്യൂ എഴുതും. വാല്യൂ ഉണ്ടാവില്ല നോർമൽ ലോസിന്, യൂണിറ്റ് എഴുതും. വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ, നോർമൽ ലോസിന് നമ്മൾ വാല്യൂ കൺസിഡർ ചെയ്യില്ല, പക്ഷെ യൂണിറ്റ് കൺസിഡർ ചെയ്യും. അഥവാ വല്ല യൂണിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് മൈനസ് ചെയ്യണം. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 900 കിട്ടി, ഇവിടെ 2,92,230 കിട്ടി. ഇനി നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ എങ്ങനെയാണ്? 1000 ആണ് അവർ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 800 സെയിൽ ചെയ്തു, 100 ഇതായിട്ട് ലോസ് ആയി പോയി. ബാലൻസ് ഉള്ളത് 100 സൈക്കിൾസ്. അപ്പൊ നമുക്ക് എങ്ങനെ വാല്യൂ കണ്ടുപിടിക്കാം? 2,92,230 divided by 900 multiplied by 100. ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ അത് കിട്ടാം 32,470. ഇതിന്റെ വാല്യൂ 32,470. ഇതാണ് കൺസൈൻമെന്റ് സിസ്റ്റത്തിൽ നമുക്ക് ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം. കാൽക്കുലേഷൻ ഓഫ് അബ്നോർമൽ ലോസും കാൽക്കുലേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇൻവോയ്സ് പ്രൈസിലുണ്ട്, അത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇൻവോയ്സ് പ്രൈസിലാണ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിലാണ് കൺസൈൻമെന്റ് നടന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് കൺസിഡർ ചെയ്യാന്നുള്ളത്. നോർമലി ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. പിന്നെ അത് ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ചോദിക്കും. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ബൈ സ്റ്റോക്ക്, കൺസൈൻമെന്റ് സ്റ്റോക്ക് എത്രയാണ്? 32,470. ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഇനി ഇതൊക്കെ കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3,84,770. ഇത് അതുപോലെ തന്നെ 3,84,770. ഇവിടെയാണ് ബാലൻസിങ് ഫിഗർ ഇട്ടാൽ ടു പ്രോഫിറ്റ് 40,240.
ബാലൻസ് ഷീറ്റ്. അതുപോലെ തന്നെ നമ്മൾ എച്ച് അക്കൗണ്ട് ആണ്, കൺസൈനീർ അക്കൗണ്ട് ആണ് ഇത്, എച്ച് അക്കൗണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനും ഇവിടെ 3,20,000 ആണ് ഇവിടെ കൂടുതൽ നിൽക്കുക. 3,20,000. ഇവിടെ നമ്മൾ 3,20,000 എഴുതും ബൈ ബാങ്ക് അക്കൗണ്ട്. ഇയാൾ ഇത്രയും രൂപ നമ്മുടെ കൺസൈനർക്ക് പേ ചെയ്യും. ഓക്കെ, ഇത് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഈ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിലാകെ കൂടി ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ക്ലോസ്ഡ് സ്റ്റോക്കിൻ്റെ അബ്നോർമൽ ലോസിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കൽ മാത്രമാണ് ശ്രദ്ധിച്ച് ചെയ്യുക. എക്സ്പെൻസ് എന്തെങ്കിലും വന്നാൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, എന്തെങ്കിലും നമുക്ക് റവന്യൂ ആണെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലാണ്. ഓക്കെ, തന്നെ.